ഇപ്പോഴത്തെ അൺസ്റ്റേബിൾ ആയുള്ള മാർക്കറ്റ് വളരെ സ്റ്റേബിളായി പെർഫോം ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ഫണ്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം മാർക്കറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിന് വലിയ റിട്ടേൺ ഒന്നും നൽകാത്ത ഒരു വർഷമാണ്. ഈ സമയത്ത് പോലും വളരെ സ്റ്റേബിൾ ആയുള്ള റിട്ടേൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറി ഫണ്ടുകളാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ. ഇനി ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫണ്ടിൽ തന്നെ ഇക്വിറ്റി, ഡെപ്റ്റ്, കമ്മോഡിറ്റി ഈ 3 കാറ്റഗറി അസറ്റ്സിൻ്റെയും 3 കാറ്റഗറി സെക്യൂരിറ്റീസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫണ്ടുകളെയാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇത്തരം ഫണ്ടുകൾ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേബിൾ ആയുള്ള റിട്ടേൺ തരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇക്വിറ്റി മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കമ്മോഡിറ്റി മാർക്കറ്റ്, ഗോൾഡ്, സിൽവർ അടങ്ങിയിട്ടുള്ള കമ്മോഡിറ്റി മാർക്കറ്റ് നമുക്ക് നല്ല റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡെറ്റ് എലമെൻറ്റ് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഡെപ്റ്റ് നമുക്ക് സ്റ്റേബിൾ ആയില്ല ഒരു 10% പോലെയുള്ള ഒരു റിട്ടേൺ എല്ലാ വർഷവും നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ 3 കാറ്റഗറി, അപ്പോൾ ഇവിടെ ഇക്വിറ്റി നമുക്ക് നല്ല റിട്ടേൺ തരാത്ത സാഹചര്യത്തിൽ അതിനെ ഒരു കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി, ഇനി അടുത്തൊരു വർഷം നമുക്ക് ഇക്വിറ്റി നന്നായി പെർഫോം ചെയ്യുകയും അവിടെ സിൽവറും ഗോൾഡും ഒരു സ്റ്റേബിൾ ആയുള്ള പെർഫോമൻസിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന സമയത്തും നല്ല റിട്ടേൺ തരാനുള്ള സാധ്യതകൾ ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളായ ICIC, അതേപോലെ തന്നെ നിപ്പോൺ, ബന്ധൻ, ഇതേപോലെയുള്ള എല്ലാ ഫണ്ട് ഹൗസുകൾക്കും മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളുണ്ട്. ഇതിൽ തന്നെ പല ഫണ്ടുകളും വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്യുന്നതും. നിങ്ങൾക്കൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഇത്തരം ഫണ്ടുകളെക്കുറിച്ച് നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ മാർക്കറ്റിൽ ഒരു പുതിയ NFO നടക്കുന്നുണ്ട്. അതായത് ന്യൂ ഫണ്ട് ഓഫറിംഗ് ആണ്. ആ NFO നടക്കുന്നത് ക്യാപിറ്റൽ മൈൻഡ് എന്നുള്ള പുതിയ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ ഭാഗമായിട്ടാണ്. അത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് ഹൗസാണ്. അവരുടെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിന് NFO നടക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഈ പുതിയ NFO കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്.